എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, ഇനി വരുന്ന ദിവസങ്ങളിൽ KGT ബേസ്ഡ് ആയിട്ടുള്ള എക്സാമുകൾ ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഈ മാസം 30-ാം തീയതിയും അടുത്ത മാസങ്ങളിലുമായിട്ട് എക്സാമുകൾ നടക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഓൾറെഡി എക്സാം നടന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്ത് അതിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെ പോർഷൻസിലാണ് വരുന്നത്, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ, പുതിയ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LD ക്ലർക്ക്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, എന്നാൽ അതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത്. 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. MICR സ്റ്റാൻഡ്സ് ഫോർ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. MICRൻ്റെ ഫുൾ ഫോമാണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പെർഫോമൻസ് ഓഫ് എ സൂപ്പർ കമ്പ്യൂട്ടർ ഈസ് കോമൺലി മെഷേർഡ് ഇൻ ഫ്ലോപ്സ്. അതായത് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് ഫ്ലോപ്സിലാണ്. ഫ്ലോട്ടിംഗ് പോയിൻറ്റ്സ് പെർ സെക്കൻഡ് അങ്ങനെയാണ് വരുന്നത്. ഇനി ദ പ്രോസസ്സിംഗ് ഓഫ് എ QR കോഡ് ഈസ് ഡൺ യൂസിങ്. ദ പ്രോസസ്സിംഗ് ഓഫ് എ QR കോഡ് ഈസ് ഡൺ യൂസിങ്. ആൻസർ റീഡ് സോളമൻ എറർ കറക്ഷൻ. അപ്പോൾ ഈ QR കോഡിൻ്റെ പ്രോസസ്സിങ് ചെയ്യുന്നത് റീഡ് സോളമൻ എറർ കറക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടോപ്പിക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമുക്ക് ഈ QR കോഡ് റീഡർ എന്ന് പറയുന്നത് നമുക്കൊരു ഇൻപുട്ട് ഡിവൈസാണ്. അപ്പോൾ അതുമായിട്ട് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് പഠിച്ചു വെക്കുക. ചോദിച്ചോളണമെന്നില്ല, എങ്കിലും നമ്മളൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ദ പ്രോസസ്സിംഗ് ഓഫ് എ QR code is done using read Solomon error correction. The hexadecimal number E represents. hexadecimal നമ്പറിൽ E എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്നത് 14 എന്നുള്ള നമ്പറിനാണ്. വിച്ച് ഓഫ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ റിസൈഡ്സ് ഇൻ മെയിൻ മെമ്മറി ഓൾവേസ്. അതായത് മെയിൻ മെമ്മറിയിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഉണ്ടാവുന്ന, അതായത് മെയിൻ മെമ്മറിയിൽ ഉണ്ടാവുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ലോഡർ. ദ എക്സിക്യൂട്ടബിൾ ഫയൽ നെയിം ഫോർ മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് winword.exe. അതായത് മൈക്രോസോഫ്റ്റ് വേർഡിലെ ഒരു എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഫയൽ നെയിം ആണ് winword.exe. പിന്നെ സ്റ്റാർട്ടിംഗ് ഫയൽ ഓഫ് എ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് ചോദിച്ചാലും winword.exe ആണ്. അവിടെ EXEൻ്റെ ഫുൾ ഫോമാണ് എക്സിക്യൂട്ടബിൾ ഫയൽ എന്നുള്ളത്. അതൊന്ന് ഓർത്ത് വെക്കുക. കംപ്ലീറ്റ് ദ കറക്റ്റ് സെൻറ്റൻസ്. ഗട്ടർ മാർജിൻ ഈസ് ദ മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദ ബൈൻഡിങ് സൈഡ് ഓഫ് ദ പേജ് വെൻ പ്രിൻറ്റിങ്. അതായത് ഗട്ടർ മാർജിൻ എന്ന് പറയുമ്പോൾ ആ ഒരു ബൈൻഡിങ് സൈഡിലേക്ക് ആഡ് ചെയ്യുന്ന എക്സ്ട്രാ മാർജിനെയാണ് നമ്മൾ ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത്. എ ഫോർമുല ഇൻ എക്സൽ ഓൾവേസ് ബിഗിൻസ് വിത്ത് ആൻ ഈക്വൽ സൈൻ. അതായത് ഒരു എക്സലിൽ സാധാരണ ഒരു ഫോർമുല തുടങ്ങുന്നത് ഈക്വൽ സൈൻ ഉപയോഗിച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എക്സൽ റിബൺ ക്യാൻ ബി ഷോൺ ഓർ ഹൈഡ് യൂസിങ് Ctrl+F1. അതായത് എക്സലിൽ റിബണിനെ ഷോ ചെയ്യാനും ഹൈഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് കീ ആണ് Ctrl+F1 എന്നുള്ളത്. Ctrl+F1 എക്സലിൽ റിബണിനെ ഷോ ചെയ്യാനോ അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാനോ ഉപയോഗിക്കുന്നതാണ് Ctrl+F1. ഇൻകോർപ്പറേഷൻ ഓഫ് ready-made styles that can be easily used for a PowerPoint presentation is known as template. ഈ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ടെംപ്ലേറ്റിൻ്റെ ഒരു ഡെഫിനേഷനാണ്. ഇൻകോർപ്പറേഷൻ ഓഫ് റെഡിമെയ്ഡ് സ്റ്റൈൽസ് ദാറ്റ് ക്യാൻ ബി ഈസിലി യൂസ്ഡ് ഫോർ എ PowerPoint presentation is known as template. On which of the following features did object-oriented program release? താഴെ പറയുന്നവയിൽ ഏത് ഫീച്ചേഴ്സാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം റിലേ ചെയ്യുന്നത്? ആൻസർ ഇവിടെ നോക്കാം. പോളിമോർഫിസം,
പിന്നെ വരുന്നത് എൻക്യാപ്സുലേഷൻ, പിന്നെ ഇൻഹെറിറ്റൻസ്. അത്രയും കാര്യങ്ങളാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്ത് നോക്കാം, ടു സോൾവ് ഓർ വ്യൂ എ പ്രോബ്ലം അപ്രോച്ച് യൂസ്ഡ് ബൈ C++ ബോട്ടം അപ്പ്. VB.NET ഈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. VB.NET എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. A web form in VB.NET will have file extension of .aspx. അതായത് VB.NETൽ ഉണ്ടാകുന്ന ഒരു വെബ് ഫോമിനുള്ള ഒരു ഫയൽ എക്സ്റ്റൻഷൻ .aspx ആണ്. For retrieving specific financial information from a complex database we have to set queries. അതായത് ഒരു കോംപ്ലക്സ് ഡാറ്റാബേസിൽ നിന്നും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വറീസാണ് സെറ്റ് ചെയ്യേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ 3 ബേസിക് SQL DML commands? Insert, update, delete. Truncate, alter, create belong to DDL commands. Truncate, alter, create belong to DDL commands. Documents in World Wide Web can be grouped into 3 broad categories named as static, dynamic, active. Tags in HTML are not case sensitive. അതായത് HTML ഉള്ള ടാഗ്സ് കേസ് സെൻസിറ്റീവ് അല്ല. In JavaScript, every object attributes have photo types, class, objects, extensible flag. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. മുഴുവനായിട്ട് പഠിക്കണമെന്നില്ല, ഞാനൊന്ന് ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. ആ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. എല്ലാ രീതിയും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, അതിനു വേണ്ടിയിട്ട് ചെയ്തതാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.